അതായത് നമ്മൾ വി മുരളീധരൻ്റെ കാര്യം എടുത്താലോ, വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. ആ പകിട്ട് അദ്ദേഹത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിനെത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ വി മുരളീധരനെ സഹായിക്കുന്ന വിധത്തിലുള്ള ചില ചെറിയ ഘടകങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്ത് പല കാരണങ്ങളാൽ അകപ്പെട്ടുപോയ ആളുകളെ തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ ഏറ്റെടുക്കുക സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ആറ്റിങ്ങലിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. 2,48,081 വോട്ടാണ് നേടിയത്. 2014 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 14% വോട്ട് അധികമായിട്ട് ശോഭാ സുരേന്ദ്രൻ നേടി. ഈ കേന്ദ്രമന്ത്രി സ്ഥാനം, മോദി പ്രചാരണത്തിനെത്തിയത്, ഇതൊക്കെ വഴി മുരളീധരന് ഈ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഇക്കുറി സാധിക്കുമോ? രാജീവ് ശങ്കരൻ പറഞ്ഞു വളരെ വളരെ ബി ജെ പിയുടെ അവിടുത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് പറഞ്ഞത് വളരെ വസ്തുതയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ 2010 2024 സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. 2019 എനിക്ക് തോന്നുന്നു, എൻ്റെ നിരീക്ഷണം ശരിയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഹിന്ദുസ് പത്തനംതിട്ടയ്ക്ക് ശേഷം ബി ജെ പിക്ക് ഉണ്ടായ വലിയ ഒരു ഹിന്ദുസിന്റെ മുന്നേറ്റം പ്രകടമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഈഴവരാണ് ഭൂരിപക്ഷവും. പക്ഷേ ശബരിമലയിൽ സ്ത്രീകളെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് കയറ്റിവിട്ടത് ഒരുപാട് വലിയ പങ്ക് ഈഴവർക്ക്, നായന്മാർക്കല്ല, വലിയ പങ്ക് ഈഴവർക്കും ഗവൺമെന്റിനോട്, പിണറായി ഗവൺമെന്റിനോട് വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ടായി. അതിൽ CPM കുടുംബങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ പല CPM കുടുംബങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആറ്റിങ്ങൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ആറ്റിങ്ങൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ഇവിടത്തെ വരവാണ്. ബി ജെ പിക്ക് വോട്ട് ചെയ്തത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് ശബരിമലയിലുണ്ടായ രോഷമാണ്. ഈ രണ്ട് ഘടകങ്ങൾ കൂടാതെ സ്ഥാനാർത്ഥിയായ സമ്പത്തിനോടുള്ള വിരോധവും CPM വോട്ട് അവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോ അത് 2019 സാഹചര്യവും 2024 സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കിട്ടിയ മൈലേജും, പൊളിറ്റിക്കൽ മൈലേജും, പിന്നീട് കേന്ദ്രമന്ത്രി വി മുരളീധരന് വഴിയൊരുക്കിയത്. അതായത് ഇക്കുറി വി മുരളീധരന് ഒരുപക്ഷെ ശോഭ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ, ശിവഗിരി മഠവുമായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പവും ആത്മബന്ധവും അതിന് വി മുരളീധരൻ വഴിയൊരുക്കിയതും, അതിനേക്കാൾ ഉപരി വീണ്ടും മോഡി ഗവൺമെന്റ് വരുമെന്നുള്ള വലിയൊരു പ്രചരണവും, ഇതൊക്കെ മുരളീധരന് ചിലപ്പോൾ ഒരു 50,000 വോട്ട് കൂട്ടുന്നതിന് വേണ്ടി ഈ സാഹചര്യം എടുക്കും. പക്ഷെ അതും വിജയിക്കുന്നതിനുള്ള ഒരു വോട്ട് ഷെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല.